നമസ്കാരം. ഷോർട്ട് വേ ടു പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി ബുള്ളറ്റിൻ്റെ 30-ാം വാർഷികം പ്രമാണിച്ച് പി എസ് സി പുറത്തിറക്കിയ 10,000 GK ചോദ്യങ്ങളടങ്ങിയ പുസ്തകത്തിലെ 1001 മുതൽ 1200 വരെയുള്ള ചോദ്യങ്ങളാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ അത് ഒരിക്കലെങ്കിലും കേട്ടിരിക്കാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത് ആര്? കെ പരമപിള്ള. കെ പരമപിള്ളയാണ് നായർ സർവീസ് സൊസൈറ്റിക്ക് ആ പേര് നിർദ്ദേശിച്ചത്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ ജനിച്ച വർഷം 1805. 1805 കുര്യാക്കോസ് ഏലിയാസ് ചാവറ ജനിച്ചത്. നീലകണ്ഠ തീർത്ഥപാദരുടെ ഗുരു ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളാണ് നീലകണ്ഠ തീർത്ഥപാദരുടെ ഗുരു. ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ അൾട്ടയർ. അൾട്ടയറാണ് ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ. 1910 തിരുവിതാംകൂർ സർക്കാർ കണ്ടുകെട്ടിയ പ്രസ് വക്കം മൗലവിയുടെ അനന്തരാവകാശികൾക്ക് തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ച കേരള മുഖ്യമന്ത്രി EMS. EMS ആണ് 1910 തിരുവിതാംകൂർ സർക്കാർ കണ്ടുകെട്ടിയ പ്രസ് വക്കം മൗലവിയുടെ അനന്തരാവകാശികൾക്ക് തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ച കേരള മുഖ്യമന്ത്രി. വക്കം മൗലവിയുടെ ജന്മസ്ഥലം ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലാണ് വക്കം മൗലവിയുടെ ജന്മസ്ഥലം. ഏത് സംഘടനയുടെ മുഖപത്രമാണ് യോഗനാഥം? SNDP യോഗം. SNDP യോഗത്തിൻ്റെ മുഖപത്രമാണ് യോഗനാഥം. കോമ്പാക്റ്റ് ഡിസ്ക് കണ്ടുപിടിച്ചത് ആര്? ജെയിംസ് ടി റസൽ. ജെയിംസ് ടി റസലാണ് കോമ്പാക്റ്റ് ഡിസ്ക് കണ്ടുപിടിച്ചത്. ആർക്ക് രാഷ്ട്രീയ അഭയം നൽകിയ ജവഹർലാൽ നെഹ്റുവിൻ്റെ നടപടിയാണ് ഇന്ത്യ ചൈന ബന്ധം മോശമാകാനും 1962 യുദ്ധത്തിലേക്ക് നയിക്കുന്നതിനും ഇടയാക്കിയത്? ദലൈലാമ. ദലൈലാമയ്ക്ക് രാഷ്ട്രീയ അഭയം നൽകിയ ജവഹർലാൽ നെഹ്റുവിൻ്റെ നടപടിയാണ് ഇന്ത്യ ചൈന ബന്ധം മോശമാകാനും 1962 യുദ്ധത്തിലേക്ക് നയിക്കുന്നതിനും ഇടയാക്കിയത്? ആർക്ക് സ്വീകരണം നൽകാൻ ആലപ്പുഴയിൽ സംഘടിപ്പിച്ച ഗംഭീര യോഗത്തിൽ പങ്കെടുത്ത് നടത്തിയ പ്രസംഗത്തിൻ്റെ പേരിലാണ് TM വർഗീസിന് ശ്രീമൂലം അസംബ്ലിയിലെ ഡെപ്യൂട്ടി പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായത്? C കേശവൻ. C കേശവന് സ്വീകരണം നൽകാൻ ആലപ്പുഴയിൽ സംഘടിപ്പിച്ച ഗംഭീര യോഗത്തിൽ പങ്കെടുത്ത് നടത്തിയ പ്രസംഗത്തിൻ്റെ പേരിലാണ് TM വർഗീസിന് ശ്രീമൂലം അസംബ്ലിയിലെ ഡെപ്യൂട്ടി പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായത്? ആർച്ച് ബിഷപ്പ് മക്കാരിയോസ് മൂന്നാമൻ ദേശീയ പ്രസ്ഥാനം നയിച്ച രാജ്യം? സൈപ്രസ്. സൈപ്രസിലാണ് ആർച്ച് ബിഷപ്പ് മക്കാരിയോസ് മൂന്നാമൻ ദേശീയ പ്രസ്ഥാനം നയിച്ചത്. തിരുവിതാംകൂറിൽ കുടിക്കാരി സമ്പ്രദായം അഥവാ ദേവദാസി വ്യവസ്ഥ നിർത്തലാക്കിയ ഭരണാധികാരി? സേതുലക്ഷ്മിബായി. സേതുലക്ഷ്മിബായിയാണ് തിരുവിതാംകൂറിൽ കുടിക്കാരി സമ്പ്രദായം അഥവാ ദേവദാസി വ്യവസ്ഥ നിർത്തലാക്കിയ ഭരണാധികാരി. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ ആദ്യമായി സ്ഥാപിച്ച സ്ഥലം? തലശ്ശേരി. തലശ്ശേരിയിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ ആദ്യമായി സ്ഥാപിച്ചത്. വിമോചന സമരകാലത്ത് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ ജീവശിഖ ജാഥ ആരംഭിച്ച സ്ഥലം? അങ്കമാലി. അങ്കമാലിയിൽ നിന്നാണ് വിമോചന സമരകാലത്ത് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ ജീവശിഖ ജാഥ ആരംഭിച്ചത്. ഊഴിയ വേലയ്ക്കെതിരെ സമരം നയിച്ചത് ആര്? അയ്യ വൈകുണ്ഠർ. അയ്യ വൈകുണ്ഠറാണ് ഊഴിയ വേലയ്ക്കെതിരെ സമരം നയിച്ചത്. സ്വാതന്ത്ര്യഗാഥ രചിച്ചത് ആര്? കുമാരനാശാൻ. കുമാരനാശാനാണ് സ്വാതന്ത്ര്യഗാഥ എന്ന കൃതി രചിച്ചത്. ഫെലിഡെ എന്നത് ജീവികളുടെ വർഗീകരണത്തിൽ എന്തിൻ്റെ പേരാണ്? ഫാമിലി. ഫെലിഡെ എന്നത് ജീവികളുടെ വർഗീകരണത്തിൽ ഫാമിലിയുടെ പേരാണ്. ടോർച്ചിൽ ഉപയോഗിക്കുന്ന ദർപ്പണം? കോൺകേവ് മിറർ. കോൺകേവ് മിററാണ് ടോർച്ചിൽ ഉപയോഗിക്കുന്ന ദർപ്പണം. അധ്യാത്മയുദ്ധം രചിച്ചത് ആര്? വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനാണ് അധ്യാത്മയുദ്ധം രചിച്ചത്. വിവാദമായ വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ? അയ്യങ്കാളി. അയ്യങ്കാളിയാണ് വിവാദമായ വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ.
MS വേഡിൽ ലഭ്യമായ ഡിഫോൾട്ട് ഫോണ്ട് ടൈംസ് ന്യൂ റോമൻ. ടൈംസ് ന്യൂ റോമനാണ് MS വേഡിൽ ലഭ്യമായ ഡിഫോൾട്ട് ഫോണ്ട്. ഏത് സംഘടനയാണ് ഉണ്ണി നമ്പൂതിരി എന്ന പ്രസിദ്ധീകരണം പുറത്തിറക്കിയത്? യോഗക്ഷേമ സഭ. യോഗക്ഷേമ സഭയാണ് ഉണ്ണി നമ്പൂതിരി എന്ന പ്രസിദ്ധീകരണം പുറത്തിറക്കിയത്. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ സെക്രട്ടറി. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹ സമയത്ത് നിരീക്ഷകനായി എത്തിയത് ആര്? വിനോബ ഭാവെ. വിനോബ ഭാവെയാണ് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹ സമയത്ത് നിരീക്ഷകനായി എത്തിയത്. കമ്പ്യൂട്ടറിൻ്റെ പ്രധാന സിസ്റ്റം ബോർഡിൻ്റെ പേര്? മദർ ബോർഡ്. മദർ ബോർഡ് എന്നാണ് കമ്പ്യൂട്ടറിൻ്റെ പ്രധാന സിസ്റ്റം ബോർഡിൻ്റെ പേര്. ആരുടെ യഥാർത്ഥ പേരാണ് ടെൻസിൻ ഗാറ്റ്സോ? ദലൈലാമ. ദലൈലാമയുടെ യഥാർത്ഥ പേരാണ് ടെൻസിൻ ഗാറ്റ്സോ. ഏത് നാട്ടുരാജ്യത്തെ സർക്കാർ സർവീസിലാണ് ഡോക്ടർ പൽപു സേവനമനുഷ്ഠിച്ചത്? മൈസൂർ. മൈസൂർ നാട്ടുരാജ്യത്തെ സർക്കാർ സർവീസിലാണ് ഡോക്ടർ പൽപു സേവനമനുഷ്ഠിച്ചത്. ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കുന്ന മാസം? ഡിസംബർ. ഡിസംബർ മാസത്തിലാണ് ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കുന്നത്. ഏത് സംഘടനയുടെ മുഖപത്രമാണ് സർവീസ്? NSS. NSSൻ്റെ മുഖപത്രമാണ് സർവീസ് എന്നത്. നിവർത്തന പ്രക്ഷോഭ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നത് ആര്? C. കേശവൻ. C. കേശവനാണ് നിവർത്തന പ്രക്ഷോഭ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നത്. അതിർത്തി പ്രവിശ്യയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് അതിർത്തി പ്രവിശ്യയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. തിരുവിതാംകൂറിലെ കിരീടം വയ്ക്കാത്ത രാജാവ് എന്ന് KC മാമൻ മാപ്പിള വിശേഷിപ്പിച്ചത് ആരെയാണ്? C. കേശവൻ. C. കേശവനെയാണ് തിരുവിതാംകൂറിലെ കിരീടം വയ്ക്കാത്ത രാജാവ് എന്ന് KC മാമൻ മാപ്പിള വിശേഷിപ്പിച്ചത്. തിരൂർ ആരുടെ ജനനം കൊണ്ട് പ്രസിദ്ധമാണ്? എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ്റെ ജനനം കൊണ്ടാണ് തിരൂർ പ്രസിദ്ധമായിരിക്കുന്നത്. ജാമ്പവതി കല്യാണം രചിച്ചത് ആര്? കൃഷ്ണദേവരായർ. കൃഷ്ണദേവരായറാണ് ജാമ്പവതി കല്യാണം രചിച്ചത്. ആരെ പരാജയപ്പെടുത്തിയാണ് ഹുമയൂൺ ഡൽഹി സിംഹാസനം വീണ്ടെടുത്തത്? ഇസ്ലാം ഷാ. ഇസ്ലാം ഷായെ പരാജയപ്പെടുത്തിയാണ് ഹുമയൂൺ ഡൽഹി സിംഹാസനം വീണ്ടെടുത്തത്. ആധുനിക കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ്? വൈകുണ്ഠസ്വാമി. വൈകുണ്ഠസ്വാമിയാണ് ആധുനിക കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ്. ഡോക്ടർ പൽപു ജനിച്ച സ്ഥലം? പേട്ട. തിരുവനന്തപുരത്തെ പേട്ടയിലാണ് ഡോക്ടർ പൽപു ജനിച്ചത്. ഇൻ്റർനെറ്റിൽ നിന്ന് ഉപഭോക്താവിൻ്റെ കമ്പ്യൂട്ടറിലേക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രക്രിയ? ഡൗൺലോഡിംഗ്. ഡൗൺലോഡിംഗ് ആണ് ഇൻ്റർനെറ്റിൽ നിന്ന് ഉപഭോക്താവിൻ്റെ കമ്പ്യൂട്ടറിലേക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രക്രിയ. യോഗക്ഷേമ സഭ രൂപം കൊണ്ടത് ഏത് സമുദായത്തിൻ്റെ പുരോഗതി ലക്ഷ്യമിട്ടാണ്? ബ്രാഹ്മണ സമുദായം. ബ്രാഹ്മണ സമുദായത്തിൻ്റെ പുരോഗതി ലക്ഷ്യമിട്ടാണ് യോഗക്ഷേമ സഭ രൂപം കൊണ്ടത്. തൈക്കാട് അയ്യയുടെ യഥാർത്ഥ പേര്? സുബരായർ. സുബരായർ എന്നാണ് തൈക്കാട് അയ്യയുടെ യഥാർത്ഥ പേര്. അഭിനവ കേരളം എന്ന പ്രസിദ്ധീകരണം സ്ഥാപിച്ചത് ആര്? വാഗ്ബടാനന്ദൻ. വാഗ്ബടാനന്ദനാണ് അഭിനവ കേരളം എന്ന പ്രസിദ്ധീകരണം സ്ഥാപിച്ചത്. സാക്ഷരതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകൻ? ചാവറ കുര്യാക്കോസ് ഏലിയാസ്. ചാവറ കുര്യാക്കോസ് ഏലിയാസാണ് സാക്ഷരതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകൻ. കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷയുടെ പേര്? മെഷീൻ ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജാണ് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷയുടെ പേര്. സർപ്പ പാട്ടിൻ്റെ മറ്റൊരു പേര്? പുള്ളുവൻ പാട്ട്. പുള്ളുവൻ പാട്ടെന്നാണ് സർപ്പ പാട്ടിൻ്റെ മറ്റൊരു പേര്.
കേരള യുക്തിവാദി സംഘത്തിൻ്റെ ആദ്യ പ്രസിഡൻറ്റ്? MC ജോസഫ്. MC ജോസഫാണ് കേരള യുക്തിവാദി സംഘത്തിൻ്റെ ആദ്യ പ്രസിഡൻറ്റ്. ഡോക്യുമെൻറ്റിൻ്റെ പ്രിൻ്റ് എടുക്കും മുമ്പ് അത് സ്ക്രീനിൽ കാണുന്നതിനുള്ള ഉപാധി? പ്രിൻ്റ് പ്രിവ്യൂ. പ്രിൻ്റ് പ്രിവ്യൂ ആണ് ഡോക്യുമെൻറ്റിൻ്റെ പ്രിൻ്റ് എടുക്കും മുമ്പ് അത് സ്ക്രീനിൽ കാണുന്നതിനുള്ള ഉപാധി. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ശിഷ്യൻ? ശിവലിംഗദാസ സ്വാമികൾ. ശിവലിംഗദാസ സ്വാമികളാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ശിഷ്യൻ. കവിത്തിലകൻ എന്ന ബഹുമതി പണ്ഡിറ്റ് കറുപ്പന് നൽകിയതാര്? കൊച്ചി രാജാവ്. കൊച്ചി രാജാവാണ് കവിത്തിലകൻ എന്ന ബഹുമതി പണ്ഡിറ്റ് കറുപ്പന് നൽകിയത്. ആരെ പ്രകീർത്തിച്ചാണ് കുമാരനാശാൻ ദിവ്യകോകിലം രചിച്ചത്? മഹാകവി ടാഗോർ. മഹാകവി ടാഗോറിനെ പ്രകീർത്തിച്ചാണ് കുമാരനാശാൻ ദിവ്യകോകിലം എന്ന കൃതി രചിച്ചത്. വൈദേശിക സഹായം കൂടാതെ അച്ചുകൂടം സ്ഥാപിച്ച ആദ്യ മലയാളി? ചാവറയച്ചൻ. ചാവറയച്ചനാണ് വൈദേശിക സഹായം കൂടാതെ അച്ചുകൂടം സ്ഥാപിച്ച ആദ്യ മലയാളി. കൃത്രിമോപഗ്രഹത്തിലേക്ക് ഡാറ്റ അയക്കുന്ന പ്രക്രിയ? അപ്ലിങ്ക്. അപ്ലിങ്കാണ് കൃത്രിമോപഗ്രഹത്തിലേക്ക് ഡാറ്റ അയക്കുന്ന പ്രക്രിയ. സിദ്ധാന്ത ശിരോമണി രചിച്ചത് ആര്? ഭാസ്കരാചാര്യ. ഭാസ്കരാചാര്യയാണ് സിദ്ധാന്ത ശിരോമണി രചിച്ചത്. മയ്യഴിയെ ഫ്രഞ്ച് ഭരണത്തിൽ നിന്ന് മോചിപ്പിച്ച വർഷം? 1954. 1954 മയ്യഴിയെ ഫ്രഞ്ച് ഭരണത്തിൽ നിന്ന് മോചിപ്പിച്ചത്. ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത നേതാവ്? AK ഗോപാലൻ. AK ഗോപാലനാണ് ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത നേതാവ്. മുങ്ങി മരിക്കുന്നതിന് മുമ്പ് കുമാരനാശാൻ സഞ്ചരിച്ചിരുന്ന ബോട്ട്? റെഡീമർ. റെഡീമറാണ് മുങ്ങി മരിക്കുന്നതിന് മുമ്പ് കുമാരനാശാൻ സഞ്ചരിച്ചിരുന്ന ബോട്ട്. കോഴിക്കോട് തത്വപ്രകാശിക ആശ്രമം സ്ഥാപിച്ചത് ആര്? വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനാണ് കോഴിക്കോട് തത്വപ്രകാശിക ആശ്രമം സ്ഥാപിച്ചത്. ആർക്കാണ് മാതാപിതാക്കൾ മുടിചൂടും പെരുമാൾ എന്ന് പേരിട്ടത്? അയ്യ വൈകുണ്ഠർ. അയ്യ വൈകുണ്ഠർക്കാണ് മാതാപിതാക്കൾ മുടിചൂടും പെരുമാൾ എന്ന് പേരിട്ടത്. ജാതി കുമ്മി രചിച്ചത് ആര്? പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പനാണ് ജാതി കുമ്മി എന്ന കൃതി രചിച്ചത്. ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസ്? എൽക്ക് ക്ലോണർ. എൽക്ക് ക്ലോണറാണ് ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസ്. ആദ്യത്തെ മൊബൈൽ ഫോൺ വൈറസ്? കാബിർ. കാബിറാണ് ആദ്യത്തെ മൊബൈൽ ഫോൺ വൈറസ്. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു? 603. 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നത്. ഇളയിടത്ത് സ്വരൂപത്തിൻ്റെ ആസ്ഥാനം ഏതായിരുന്നു? കൊട്ടാരക്കര. കൊട്ടാരക്കരയാണ് ഇളയിടത്ത് സ്വരൂപത്തിൻ്റെ ആസ്ഥാനം ആയിരുന്നത്. CRT എന്നതിൻ്റെ പൂർണ്ണരൂപം? കാഥോഡ് റേ ട്യൂബ്. കാഥോഡ് റേ ട്യൂബ് എന്നാണ് CRTയുടെ പൂർണ്ണരൂപം. പൊയ്കയിൽ യോഹന്നാൻ പ്രത്യക്ഷരക്ഷാ ദൈവസഭ അഥവാ PRDS എന്ന ക്രിസ്തുമത സംഘടന സ്ഥാപിച്ചത് ഏതു വർഷമാണ്? 1909. 1909 പൊയ്കയിൽ യോഹന്നാൻ പ്രത്യക്ഷരക്ഷാ ദൈവസഭ അഥവാ PRDS എന്ന ക്രിസ്തുമത സംഘടന സ്ഥാപിച്ചത്. ആലുവ ശ്രീനാരായണ സേവിക സമാജത്തിൻ്റെ സ്ഥാപകൻ? സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പനാണ് ആലുവ ശ്രീനാരായണ സേവിക സമാജത്തിൻ്റെ സ്ഥാപകൻ. ആശാൻ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹയായ ആദ്യ വനിത? സുഗതകുമാരി. സുഗതകുമാരിയാണ് ആശാൻ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹയായ ആദ്യ വനിത. രണ്ടാം ലോക മഹായുദ്ധാനന്തരം ജയിൽ മോചിതനായ കേരളത്തിലെ അവസാനത്തെ രാഷ്ട്രീയ തടവുകാരൻ? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് രണ്ടാം ലോക മഹായുദ്ധാനന്തരം ജയിൽ മോചിതനായ കേരളത്തിലെ അവസാനത്തെ രാഷ്ട്രീയ തടവുകാരൻ. ആശാൻ സ്മാരക കവിതാ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം? 1985. 1985 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം നൽകി തുടങ്ങിയത്.
ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്ക്? NN കക്കാട്. NN കക്കാടിനാണ് ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ആദ്യമായി ലഭിച്ചത്. ആചാരഭൂഷണത്തിൻ്റെ കർത്താവ്? പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പനാണ് ആചാരഭൂഷണത്തിൻ്റെ കർത്താവ്. യജമാനൻ മാസികയുടെ ഉപജ്ഞാതാവ്? വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനാണ് യജമാനൻ എന്ന മാസികയുടെ ഉപജ്ഞാതാവ്. വജ്രം ഏതിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ്? കാർബൺ. കാർബണിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് വജ്രം. ആത്മവിദ്യയുടെ കർത്താവ്? വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യ എന്ന കൃതിയുടെ കർത്താവ്. ആത്മവിദ്യ കാഹളത്തിൻ്റെ ആദ്യ എഡിറ്റർ? CP രാമൻ. CP രാമനാണ് ആത്മവിദ്യ കാഹളത്തിൻ്റെ ആദ്യ എഡിറ്റർ. ആത്മവിദ്യാ സംഘത്തിൻ്റെ പ്രധാന പ്രവർത്തന മേഖല? മലബാർ. മലബാർ മേഖലയിലാണ് ആത്മവിദ്യാ സംഘത്തിൻ്റെ പ്രധാന പ്രവർത്തന മേഖല. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര്? വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്. ആദിഭാഷ രചിച്ചത് ആര്? ചട്ടമ്പിസ്വാമികൾ. ചട്ടമ്പിസ്വാമികളാണ് ആദിഭാഷ എന്ന കൃതി രചിച്ചത്. മാതൃഭൂമി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ? KP കേശവമേനോൻ. KP കേശവമേനോനാണ് മാതൃഭൂമി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ. ചട്ടമ്പിസ്വാമികളുടെ ജനനം ഏതു വർഷത്തിലായിരുന്നു? AD 1853. AD 1853 ചട്ടമ്പിസ്വാമികൾ ജനിച്ചത്. കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന ഏക വ്യക്തി? ശ്രീ നാരായണഗുരു. ശ്രീ നാരായണഗുരുവാണ് കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന ഏക വ്യക്തി. ആരോടൊപ്പമാണ് ചാവറയച്ചൻ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത്? ഏവുപ്രാസ്യമ്മ. ഏവുപ്രാസ്യമ്മയോടൊപ്പമാണ് ചാവറയച്ചൻ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത്. നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ? മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ? AK ഗോപാലൻ. AK ഗോപാലനാണ് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ. ചട്ടമ്പിസ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം? വടിവീശ്വരം. വടിവീശ്വരത്ത് വച്ചാണ് ചട്ടമ്പിസ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ചത്. ഇസ്ലാമിയ പബ്ലിഷിംഗ് ഹൗസ് സ്ഥാപിച്ചത് ആര്? വക്കം മൗലവി. വക്കം മൗലവിയാണ് ഇസ്ലാമിയ പബ്ലിഷിംഗ് ഹൗസ് സ്ഥാപിച്ചത്. രാജാറാം മോഹൻ റോയിയെ തൻ്റെ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് മാതൃകയാക്കിയ കേരളത്തിലെ നവോത്ഥാന നായകൻ? വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനാണ് രാജാറാം മോഹൻ റോയിയെ തൻ്റെ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് മാതൃകയാക്കിയ കേരളത്തിലെ നവോത്ഥാന നായകൻ. രാജയോഗ രഹസ്യം രചിച്ചത് ആര്? ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് രാജയോഗ രഹസ്യം എന്ന കൃതി രചിച്ചത്. രാജയോഗാനന്ദ കൗമുദി യോഗശാലയുടെ സ്ഥാപകൻ? വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനാണ് രാജയോഗാനന്ദ കൗമുദി യോഗശാലയുടെ സ്ഥാപകൻ. 2 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കയ്യിലേന്തി സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത വനിത? AV കുട്ടിമാളു അമ്മ. AV കുട്ടിമാളു അമ്മയാണ് 2 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കയ്യിലേന്തി സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത വനിത. ഉണരുവിൻ, അഖിലേഷനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ ഏത് പത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അഭിനവ കേരളം. അഭിനവ കേരളം എന്ന പത്രവുമായി ബന്ധപ്പെട്ട ഒരു പ്രശസ്തമായ വാക്യമാണ് ഉണരുവിൻ, അഖിലേഷനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ എന്നത്. ഉദ്യാന വിരുന്ന് രചിച്ചതാര്? പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പനാണ് ഉദ്യാന വിരുന്ന് രചിച്ചത്. ലണ്ടനിൽ നിയമബിരുദം നേടിയ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്? KP കേശവമേനോൻ. KP കേശവമേനോനാണ് ലണ്ടനിൽ നിയമബിരുദം നേടിയ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്. ലങ്കാമർദ്ദനം രചിച്ചത് ആര്? പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പനാണ് ലങ്കാമർദ്ദനം രചിച്ചത്. AK ഗോപാലൻ അന്തരിച്ച വർഷം?
1977. 1977 AK ഗോപാലൻ അന്തരിച്ചത്. യങ്ങണ്ടിയൂരിൽ പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സംഘടന. അരയ വംശോദ്ധാരണി സഭ. അരയ വംശോദ്ധാരണി സഭയാണ് യങ്ങണ്ടിയൂരിൽ പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സംഘടന. എൻ്റെ നമ്പർ 1 ശത്രു അയിത്തം ആചരിക്കുന്നവനും നമ്പർ 2 ശത്രു അവനെ സഹായിക്കുന്നവനുമാണ് എന്ന് പറഞ്ഞത് ആര്? സ്വാമി ആനന്ദതീർത്ഥൻ. സ്വാമി ആനന്ദതീർത്ഥനാണ് എൻ്റെ നമ്പർ 1 ശത്രു അയിത്തം ആചരിക്കുന്നവനും നമ്പർ 2 ശത്രു അവനെ സഹായിക്കുന്നവനുമാണ് എന്ന് പറഞ്ഞത്. എവിടെയാണ് പണ്ഡിറ്റ് കറുപ്പൻ കല്യാണദായിനി സഭ സ്ഥാപിച്ചത്? കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരിലാണ് പണ്ഡിറ്റ് കറുപ്പൻ കല്യാണദായിനി സഭ സ്ഥാപിച്ചത്. എവിടെയാണ് വാഗ്ഭടാനന്ദൻ പ്രീതിഭോജനം നടത്തിയത്? കോഴിക്കോട്. കോഴിക്കോടാണ് വാഗ്ഭടാനന്ദൻ പ്രീതിഭോജനം നടത്തിയത്. എൻ്റെ പത്രാധിപരില്ലാതെ എനിക്കെന്തിന് പത്രവും അച്ചടിശാലയും എന്ന് പ്രഖ്യാപിച്ചത് ആര്? വക്കം മൗലവി. വക്കം മൗലവിയാണ് എൻ്റെ പത്രാധിപരില്ലാതെ എനിക്കെന്തിന് പത്രവും അച്ചടിശാലയും എന്ന് പ്രഖ്യാപിച്ചത്. തിരുവിതാംകൂറിൽ നിന്ന് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ തീയതി? 1910 സെപ്റ്റംബർ 26. 1910 സെപ്റ്റംബർ 26 തിരുവിതാംകൂറിൽ നിന്ന് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയത്. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1201 മുതൽ 1300 വരെയുള്ള ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്